آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹു അവന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, മനുഷ്യരായ നാം അനവധി ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ്. ഏതൊരു വ്യക്തിയെ എടുത്തു പരിശോധിച്ചാലും ഒരുപാട് ആഗ്രഹങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലി, നല്ലൊരു സാമ്പത്തികാവസ്ഥ, ആരോഗ്യമുള്ള അവസ്ഥ, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, താമസിക്കുവാനുള്ള നല്ലൊരു വീട്, യാത്ര ചെയ്യുവാനുള്ള നല്ലൊരു വാഹനം, തന്റെ പെൺകുട്ടികളുടെ കല്യാണം ഏറ്റവും ശരിയായ രീതിയിൽ ഒരു ദീനീ നിഷ്ഠയോടുകൂടി അത് നടന്നു പോവണം, ആൺകുട്ടികൾക്ക് നല്ല ദീനുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങള് ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കുമുണ്ട്. പക്ഷെ ഏതൊരു വ്യക്തിയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അവൻ ഈ ദുനിയാവുന്ന് യാത്രയാകുമ്പോൾ അവൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളുടെ പൂർണ്ണത ലഭിക്കാതെയാണ് അവൻ വേർപിരിയുന്നത്. ഏതൊരു വ്യക്തിയെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണ്, അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡസൻ കണക്കിന് ആഗ്രഹങ്ങൾ നടക്കാതെ പോയത് ആ മരണ സമയത്തും ആൾക്ക് പറയാനുണ്ടാകും. വിശ്വാസികളെ റബ്ബിന്റെ തൃപ്തി ലഭിക്കാൻ ഉതകുന്ന അനവധി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. വിശ്വാസികളായ നമ്മളൊക്കെ അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ, സ്വർഗം കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പലതും ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അവയിലൊന്നാണ് പരിശുദ്ധമായ മക്കയിൽ പോവണം, ആ പരിശുദ്ധമായ കാബയുടെ ചുറ്റുമൊന്ന് തവാഫ് ചെയ്യണം, അവിടെ ആ പരിശുദ്ധമായ ഹറമിൽ, മസ്ജിദുൽ ഹറാമിൽ ഒന്ന് സുജൂദ് ചെയ്യണം, അതേപോലെ തന്നെ ആ കാബയൊന്ന് നേരിട്ടു കാണണം, ഒരു ഹജ്ജോ ഉംറയോ ഒക്കെ നിർവഹിക്കണം. ഇത് ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ലോകത്ത്
ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവർ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാല് ഹജ്ജിന്റെ ഒരുപാട് വാർത്തകൾ കേട്ട, അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, അയൽപക്കങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്നൊക്കെ ആളുകൾ പോയി അവരെ ഹജ്ജ് കർമ്മം പൂർത്തിയായി തിരിച്ചു വരുന്നതിന്റെയൊക്കെ വാർത്തകള്, അതിന്റെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവും സന്ദർഭവുമാണ് അല്ലെ. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഒരു വർഷം കുറെ ആളുകളെ ഹജ്ജിനെ അപേക്ഷിക്കുകയും പണം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടും സാങ്കേതികമായ ചില പ്രയാസങ്ങൾ കാരണം അവർക്ക് ഹജ്ജ് കർമ്മത്തിന് പോവാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്ദർശിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും സാഹചര്യങ്ങൾ ഒത്തുവരാത്തവർക്കും നമ്മുടെ നാട്ടിലായിക്കൊണ്ട് തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവരുടെ പ്രതിഫലം നേടാൻ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് കഴിയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് ചെയ്തവരെ പോലെയുള്ള കൂലി, ഉംറ നിർവഹിച്ചവരെ പോലെയുള്ള കൂലി അല്ലെ, അത് നിർവഹിക്കാൻ അത് കിട്ടുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് ചില കർമ്മങ്ങളെ എടുത്ത് പരിശോധിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതായി കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഹജ്ജു കർമ്മത്തിനും ഉംറക്കും മക്കയിലേക്ക് പോവാന് സാമ്പത്തികമായി ഉന്നതമായ ശേഷി ഉണ്ടെങ്കിലും ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും, പോവാൻ കഴിയാത്തവർ. എന്നാൽ ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടില്ലാത്തവർക്ക് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങൾ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ശ്രദ്ധ നമുക്ക് ഉണ്ടായാൽ മതി. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണത് അള്ളാഹു നൽകുന്നത്? അത് നമ്മളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാനുള്ള വഴികളെ നമുക്ക് എളുപ്പമാക്കുവാനുള്ള സംവിധാനമായിട്ട്, അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ദാലിക ഫളിലുല്ലാഹി യൂതിഹി മയ്യശാ. അത് അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഔദാര്യമാണ്. വല്ലാഹു ദുൽ ഫളിൽ അലീം, അള്ളാഹു അങ്ങേയറ്റത്തെ ഔദാര്യവാനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് ഇപ്പോഴുള്ള ആരോഗ്യാവസ്ഥ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 6-7 കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒന്ന്, പ്രിയപ്പെട്ടവരെ, ഹജ്ജിനും ഉംറയ്ക്കും സത്യസന്ധമായൊരു നീയത്ത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അല്ലെ. അള്ളാഹു എന്ത് ചെയ്യണം, നമുക്ക് അവസരങ്ങൾ തരുന്നുവെങ്കിൽ ഞാനതിന് പോവും അല്ലെ എന്ന ഒരു സത്യസന്ധമായ ഒരു നീയത്ത് നമുക്കുണ്ടാവുക. നോക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം പണം അടച്ച് പോവാൻ സാധിക്കാത്ത ആളുകള്, അവര് അങ്ങേറ്റത്തെ ആഗ്രഹമാണ് അതിനവര് വെച്ചത് അല്ലെ. എന്നാൽ നോക്കൂ നിങ്ങൾ, അത്തരം ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ സത്യസന്ധമായ നീയത്ത് വെച്ചു, പക്ഷേ ഉദര കാരണം പോവാൻ സാധിച്ചില്ല. യാത്രക്ക് മുടക്കമുണ്ടായി, അല്ലെങ്കിൽ രോഗബാധിതനായി, പ്രതിസന്ധികൾ ഉണ്ടായി. അങ്ങനെയൊക്കെ അവന്റെ യാത്ര തടയപ്പെട്ടാലും അവന് പോയതുപോലെയുള്ള കൂലി കിട്ടും. അല്ലാണ്ട് റസൂൽ പറയുന്നൊരു വാചകം നോക്കൂ നിങ്ങൾ, ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരാളൊരു നന്മ വിചാരിച്ചു, ഫലം യഅമൽഹ, അതവൻ പ്രവർത്തിച്ചില്ല, അവന് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ ഖതബഹല്ലാഹു ലഹു, അല്ലാഹു അവന്റെ അടുക്കൽ രേഖപ്പെടുത്തും ഹസനത്തൻ കാമില, പൂർണമായ ഒരു പ്രതിഫലം എന്നാണ്. ഇപ്പൊ വെള്ളിയാഴ്ച ജുമക്ക് പോരാൻ നമ്മള് കുളിച്ചൊരുങ്ങി എല്ലാം റെഡിയായി പോരാൻ സമയത്താണ് നമുക്ക് പോരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായതെന്ന് വിചാരിക്കാൻ. എങ്കിൽ നോക്കൂ നിങ്ങൾ, അത് ശർഈയായ കാരണമാണ്, ഉൾസറാണ്. എങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ പള്ളിയിൽ വന്ന് ജുമക്ക് നമ്മൾ പങ്കെടുത്തതുപോലെയുള്ള പ്രതിഫലം സത്യസന്ധമായ അത്തരം ആഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തബൂക്ക് യുദ്ധം കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാണ്, അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് ഇങ്ങനെ അടുക്കുന്ന സമയമാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയണ ഇന്ന ബിൽ മദീന അഖ്വാമ, തീർച്ചയായും മദീനയിൽ കുറച്ച് ആളുകളുണ്ട്. മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും, നിങ്ങളൊരു യാത്രയും ചെയ്തിട്ടില്ല, നിങ്ങളൊരു താഴ്വരയും മുറിച്ചു കടന്നിട്ടില്ല, അവർ നിങ്ങളുടെ കൂടെ ഇല്ലാതെ. എന്ന് പറഞ്ഞാല് ശരഈയായ ഉദുറു കാരണം മദീനയിൽ തബൂക്ക് യുദ്ധത്തിലേക്ക് പോവാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, പോയ ആളുകളോട് നിങ്ങൾ സഞ്ചരിച്ച ഒരു സഞ്ചാരപാതയും നിങ്ങൾ മുറിച്ചു കടന്നിട്ടില്ല, നിങ്ങളൊരു യാത്രയും ചെയ്തിട്ടില്ല, ഇല്ല കാനൂ മഅകും, അവർ നിങ്ങളുടെ കൂടെ ഇല്ലാതെ. അപ്പൊ സ്വഹാബികൾ ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ വഹും ബിൽ മദീന, അവർ മദീനയിലല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ വഹും ബിൽ മദീന, അവർ മദീനയിൽ തന്നെയാണ്. ഹബസഹുമുൽ ഉദുറു, അവരെ ചില ഒഴി കഴിവുകളാണ് അവരെ തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത് പോലെയുള്ള കൂലി ആ മദീനയിൽ താമസിക്കുന്ന ആളുകൾക്കുമുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തൊരു നല്ല കർമ്മം നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ആ ചിന്തിക്കുന്നതിന്, നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ശരിയായൊരു നീയത്തുണ്ട് എങ്കിൽ അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് കൂലിയുണ്ട്, അത് ചെയ്തതുപോലെയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം, സത്യസന്ധമായ ഒരു നീയത്ത് ആ കർമ്മത്തിന് നമുക്കുണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത് ഹുദൂറ മജാലിസിൽ ഇൽമി ഫിൽ മസ്ജിദി, പള്ളിയിൽ അറിവിന്റെ സദസ്സിൽ ഹാജരാവുക. പള്ളിയിൽ ദീനിയായ പഠനങ്ങൾ നടക്കുന്നുവെങ്കിൽ ആ പഠനം നടക്കുന്നിടത്തേക്ക് അത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരാൾ രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ, ഒരു നന്മ പഠിക്കുകയല്ലാതെ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല, ഔ യുഅല്ലിമുഹു, അല്ലെങ്കിൽ ആളുകളെ പഠിപ്പിക്കുക, കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹിജ്ജതുഹു, അയാൾക്ക് ഒരു ഹാജി നിർവഹിച്ച ഹജ്ജിന്റേത് പോലെയുള്ള പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലെ, ഇപ്പൊ ശനിയാഴ്ച ഇവിടെ QHLS നടക്കുന്നതിന്റെ രാവിലെയാണ്. സുബൈക്ക് നമ്മൾ പുറപ്പെടുമ്പോ പള്ളിയിലേക്ക് നമ്മള് നിസ്കരിക്കാനുള്ള ഒരു നീയത്തുള്ളതോടൊപ്പം തന്നെ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാനുള്ള ഒരു നീയത്ത് കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഈ പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാചകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അൽ ഖുറൂജു ഇലൽ മസ്ജിദി ലിഅദാഇ സ്വലാത്തിൻ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പുറപ്പെടാനാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് 5 വഖ്ത് നമസ്കാരത്തിന് നമ്മൾ പുറപ്പെടുന്നുവെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ. അബൂദാവൂദ് ധരിക്കുന്ന 558 ഹദീസായി നമുക്ക് വായിക്കാൻ സാധിക്കും. മൻ ഖറജ മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, എങ്ങനെ? മുതതഹിറൻ, ശുദ്ധിയാക്കിക്കൊണ്ട്, വുളു എടുത്തുകൊണ്ട്. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ടാണ് പോരേണ്ടത്. ഇലാ സ്വലാത്തിൻ മക്തൂബ, നിർബന്ധമായ നമസ്കാരത്തിലേക്ക്. ഫാജുറുഹു, അവന്റെ കൂലി കാജിരിൽ ഹാജിൽ മുഹ്രിമി, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ചവനെ പോലെയുള്ള പ്രതിഫലമാണ്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹാ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫാജുറുഹു കാജിരിൽ മുഅ്തമർ, ഒരാൾ ളുഹാ നമസ്കാരത്തിലേക്കാണ് പുറപ്പെടുന്നതെങ്കിലോ അയാൾക്ക് ഉംറ നിർവഹിച്ചവനെ പോലെയുള്ള പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതേപോലെയുള്ള ഹദീസുകൾ നമുക്ക് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ട്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിട്ട്, ആ ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്ത് നടക്കുന്നിടത്തേക്ക് കൃത്യമായി നമ്മളൊന്ന് നടന്നു പോവാൻ നമുക്ക് സാധിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിച്ചവന് കിട്ടുന്നത് പോലെ. അത് സുന്നത്ത് നമസ്കാരങ്ങളിലേക്കാണെങ്കിൽ
ഉംറ നിർവഹിച്ചവന് കിട്ടുന്നത് പോലെയുള്ള കൂലിയുണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര കൂലിയാണ് നമുക്കൊക്കെ നഷ്ടമായത് നമ്മുടെ അശ്രദ്ധ കൊണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നിർബന്ധ നമസ്കാരത്തിന് കൃത്യമായി ജമാഅത്തിലേക്ക് പോവാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, മുഹാഫള അലാ സ്വലാത്തിൽ ഫജ്രി ഫീ ജമാഅത്തിൻ വഖുഊദിൻ ബഅദ സ്വലാത്തി ഫിൽ മുസല്ല ബിസിക്രി ഹത്താ തത്ലുഅ അശംസ്. ഒരാൾ സുബഹി നമസ്കാരത്തിന് പുറപ്പെടുക, ജമാഅത്തിന് പുറപ്പെടുക, എന്നിട്ട് അവൻ ആ നിസ്കരിച്ച സ്ഥലത്ത് പള്ളിയിൽ തന്നെ അവൻ ഇരിക്കുക. എങ്ങനെയാണ് അവൻ ഇരിക്കുന്നത്? ദിക്റുകളിലായി, ദുആകളായി അവൻ ഇരിക്കുകയാണ്. ഏതുവരെ? ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ. ഇതിലെ ഹദീസ് കാണാൻ പറ്റും. പിന്നീട് 2 റക്അത്ത് നമസ്കാരം അവൻ നിർവഹിച്ചാൽ എന്താ അവന് കിട്ടുന്ന കൂലി? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നോക്കുന്നില്ലേ, മൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായി സുബഹി നമസ്കാരം നിർവഹിച്ചു, സുമ്മ ഖഅദ, പിന്നീട് അവൻ ഇരുന്നു, യദ്കുറുല്ലാഹ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ഹത്താ തത്ലുഅ അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, സുമ്മ സ്വല്ല റക്അത്തൈനി, പിന്നെ അവൻ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു, എങ്കിൽ കാനത്ത് ലഹു, അവന് ഉണ്ടാകുന്നതാണ് കാദിരി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം. ഒന്നുകൂടി അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹ് താമത്തിൻ താമത്തിൻ താമത്തിൻ, പരിപൂർണമായി എന്നാണ്. അഥവാ പൂർണ്ണമായ ഹജ്ജിന്റെയും പ്രതിഫലം, ഉംറയുടെയും പ്രതിഫലം കിട്ടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നതായി കാണുന്നത്. സമയം എന്തെങ്കിലും പ്രിയപ്പെട്ടവര്, എല്ലാവർക്കും സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഒന്നും ഇരിക്കാനും പിന്നീട് ഒരു 2 റക്അത്ത് നമസ്കരിച്ച് പോവാനൊന്നും സമയം ഉണ്ടാവില്ല. ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പുറപ്പെടുന്ന, തന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവും. അല്ലാത്ത ആളുകളൊക്കെ ഇതിന് സമയം കണ്ടാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചു പോകുമ്പോൾ നമുക്ക് വലിയൊരു പ്രതിഫലവുമായി അള്ളാഹുവിലേക്ക് പോവാൻ സാധിക്കും. പിന്നീട് മറ്റൊരു കാര്യമായി 5ാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ഇങ്ങനെയുള്ള തസ്ബീഹും തഹ്മീദും തക്ബീറും ഒക്കെ നിർവഹിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പാവപ്പെട്ട മുഹാജിരിങ്ങൾ വന്നുകൊണ്ട് പരാതി പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ നാട്ടിലുള്ള പണക്കാരായ ആളുകളൊക്കെ എന്താണ്, അവര് വലിയ വലിയ അനുഗ്രഹങ്ങളും ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ നേടുന്നുണ്ട്. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അവർ സ്വതക്ക ചെയ്യുന്നു, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെയുള്ള നന്മകളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനൊന്നുള്ള ശേഷിയില്ല. പാവങ്ങളാണ്, ഫക്കീറുകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, അഫല ഉഅല്ലിമുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പുള്ളവരിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും കർമ്മങ്ങളെ കൊണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പിന്നിലുള്ളവരെ കർമ്മങ്ങളെ കൊണ്ട്, പ്രതിഫലങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മുൻകടക്കാനും സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കാണ്, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 പ്രാവശ്യം നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന ഈ ഹജ്ജിന്റെയും ഉംറയുടെയും അതേപോലെ തന്നെ സ്വതക്കയുടെയും ഒക്കെയുള്ള കൂലി പോലെയുള്ള കൂലി പാവങ്ങളായ നിങ്ങൾക്കും കിട്ടുമെന്ന് അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പാവങ്ങളായ ആളുകൾ വീണ്ടും പറയാൻ, അള്ളാന്റെ റസൂലെ, ഇത് പറഞ്ഞു തന്നാല് അതെന്താണ്, അതും അവര് ചെയ്യുമല്ലോ, അപ്പൊ എന്താ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോ ആ കർമ്മങ്ങളൊക്കെ അവരും ചെയ്യൂലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാണ്, ദാലിക ഫളിലുല്ലാഹി യുതീഹി മയ്യശാ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചില ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് ആ കൂലി കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം 595 ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 6ാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്താണത് റമളാൻ മാസത്തിലെ ഉംറയാണ്. റമളാൻ മാസത്തിലെ ഉംറ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞങ്ങളോടൊപ്പം ഹജ്ജ് നിർവഹിക്കുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ്?
അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ സ്ത്രീ പറയുന്നത്, ആകെ 2 ഒട്ടകങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഒരു ഒട്ടകത്തിൽ എന്റെ ഭാര്യ, എന്റെ പിതാവും, അതേ എന്റെ മകനും, എന്റെ ഭർത്താവും എന്തിന് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഒട്ടകം മാത്രമാണുള്ളത്. അത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ളതാണ്. യാത്രക്കുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ സ്ത്രീ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു കൊടുക്കാണ്, റമളാൻ വന്നാൽ നീ ഉംറ കർമ്മം നിർവഹിക്കണം. ആ റമളാനിലുള്ള ഉംറയുണ്ടല്ലോ, അത് അതൊരു ഹജ്ജിനോട് നീതി പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്നു എന്ന് ഇമാം ബുഖാരി 1782 ഹദീസിലും ഇമാം മുസ്ലിം 1256 ഹദീസിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, ഉംറയുടെ കൂലി കിട്ടുന്നതാണ്. അത് മദീനയിൽ എത്തിയാൽ നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. ഖുബാ പള്ളിയിൽ വെച്ചുകൊണ്ട് ആ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഉളു എടുത്ത് ആ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവന് ഉംറയുടെ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരം നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം. ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. 1, അതിന് നല്ലൊരു നീയത്തുണ്ടാവുക. 2, പള്ളിയിൽ വിജ്ഞാനം നേടാൻ വേണ്ടിയുള്ള യാത്ര. 3, ഫർള് ജമാഅത്തിലേക്ക് നടന്നു പോവലാണ്. 4, സുബഹി ജമാഅത്ത് പള്ളിയിലേക്ക് ജമാഅത്ത് നിർവഹിച്ച് അവിടെ തന്നെ ദിക്റുകളിലായിട്ട് ഇരുന്ന് 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു പോരലാണ്. നിർബന്ധ നമസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലലാണ്. റമളാനിലെ ഉംറയാണ്. ഇതാണ് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെങ്കിൽ ഉംറയുടെ പ്രതിഫലം കിട്ടുന്നത് ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കാരവും സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക് നടക്കലാണ്. സലാത്തുൽ ഈദ്, ഗ്രഹണ നമസ്കാരം, പെരുന്നാൾ നമസ്കാരം പോലെയുള്ളവയിലേക്ക് നടന്നു പോകുന്നതിന് ഇത്തരം പ്രതിഫലങ്ങൾ കിട്ടുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. ഇതിലൊക്കെ ഖുബാ പള്ളിയിലുള്ള നമസ്കാരമല്ലാത്തതെല്ലാം നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്നവയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ കൂലി അത് ഏറ്റുവാങ്ങി നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചത് ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലങ്ങൾ കിട്ടുന്ന ചില കാര്യങ്ങളാണ്. ഇനി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വെയിലാണെങ്കിലും നമ്മൾ മഴക്കാലത്താണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് മഴയുടെ കെടുതികളിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായി രക്ഷ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പൊതുവെ നമുക്ക് മഴക്കാലമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ രോഗങ്ങൾ വർദ്ധിച്ച് ആശുപത്രികളൊക്കെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അപകടം വരുന്നതിൽ ഒരു ജാഗ്രത കൂടി ഒരു മഴക്കാലത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടായാലും പള്ളിയുടെ മുറ്റമായിരുന്നാലും പല പ്രദേശങ്ങളൊക്കെ ആയിരുന്നാലും ഒക്കെ പണ്ട് കാലത്തുള്ളത് പോലെയുള്ള നല്ല മണ്ണല്ല ഉള്ളത്. എല്ലാവരും ടൈൽസ് ഇട്ട് വലിയ നല്ല പരിക്കില്ലാത്ത, പ്രയാസമില്ലാത്ത, ചെളിയില്ലാത്ത അവസ്ഥ ടൈലുകളൊക്കെ ഇട്ടുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലം ശക്തമാകുന്നതോടുകൂടി അതിൽ പൂപ്പലുകൾ ഉണ്ടാവുകയും നമ്മൾ അതിലൂടെ നടന്ന് പോകുന്ന സമയത്ത് വഴുതി വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രായമുള്ള ആളുകളൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ അവർ വീണ് എല്ലുകളൊക്കെ പൊട്ടിയാൽ അതൊക്കെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരാന്നുള്ളത് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധയും ജാഗ്രതയും
അത്തരം പ്രതലങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്കുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത്, പൊതുവെ നമ്മൾ കാണുന്ന ഇത് മഴക്കാലം തുടങ്ങുന്നതോടുകൂടി നമ്മുടെ ടെറസിന്റെ മുകളിലൊക്കെ ഓവുകളൊക്കെ അടഞ്ഞ് വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിലുള്ള മക്കളോടൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ അവരുടെ തിരക്കിനിടയിൽ ഇതൊന്നും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കൂല. അപ്പൊ ഈ പ്രായമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കോണിന്റെ മുകളിലൂടെ അതിന്റെ മുകളിൽ കയറി സ്വാഭാവികമായും അവിടേക്ക് നല്ല പായലുണ്ടായി വഴുതല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായി ശ്രദ്ധിക്കണം. നോക്കുന്നു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വലമ്പൂരുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ടെറസിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനല് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അവിടുന്ന് അയാൾ വീണ് താഴെയുള്ള ആസ്പെറ്റോസ് ഇട്ട ഒരു ഷെഡിന്റെ മുകളിലേക്ക് വീണ് അവിടുന്ന് പൊട്ടി, അവിടുന്ന് താഴെ വീണ് അദ്ദേഹത്തിന്റെ തല പൊട്ടി അദ്ദേഹം മരിച്ചുപോയി. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സമയത്തൊക്കെ നമ്മൾ ഒരു നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രായമുള്ള ആളുകളൊക്കെ ഏതായാലും ഇപ്പൊ മക്കളോടൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല, ഞാനാണ് കയറട്ടെ എന്ന് വിചാരിച്ച് തൂങ്ങിപ്പൊടിച്ച് കയറിയാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. അതൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കുക എന്നുള്ള ഇടത്തേക്ക് നമ്മൾ മാറണം, പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോരുന്ന വഴികളൊക്കെ നല്ല വഴുതലുള്ള വഴികൾ ഉണ്ടാവും, അവിടേക്ക് നമ്മളൊരു സൂക്ഷ്മത പാലിക്കണം. വാഹനം ഓടിക്കുന്നവർ നല്ല ജാഗ്രത വേണം. നല്ല കുഴികൾ ഉണ്ടാകും, അതിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അതിന്റെ ആഴൊന്നും എന്തില്ല, വാഹനം ഓടിച്ചു പോകുമ്പോൾ അറിയൂല. അപ്പൊ 4 വീലൊക്കെ ഓടിച്ച് കാറൊക്കെ നല്ല സ്പീഡിൽ ഓടിക്കുമ്പോൾ ഈ കുഴിയിൽ വീണ് തെന്നി മറ്റു വാഹനങ്ങളിലേക്കൊക്കെ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബൈക്ക് യാത്രക്കാരൊക്കെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ എന്നാൽ മോട്ടോർ സൈക്കിളിൽ കയറിയ പിന്നെ ആനപ്പുറത്ത് കയറിയ പോലെയാണ്. യാതൊരു ശ്രദ്ധയിൽ എന്തൊക്കെയോ ഒരു വലിയ സ്ഥാനം കിട്ടിയതുപോലെയാണ്. അതുകൊണ്ട് സ്പീഡിനൊന്നും ഒരു ലൈസൻസും ഇല്ലാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കുഴികളിലൊക്കെ അവർ ഓവർ സ്പീഡിൽ പോയി അതിൽ വീഴുന്നതോടുകൂടി വീണ് മരണം വരെ സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇവിടേക്ക് ഈ മഴക്കാലത്ത് കുറച്ചൊരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ എല്ലാ സമയത്തും വേണം. മഴക്കാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഈ റോഡുകളിലേക്കൊക്കെ തൂങ്ങി നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് ഇല വീണ് അതൊക്കെ ചീഞ്ഞ് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തെന്നി വീഴാനും ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ മറിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ മിതമായ സ്പീഡിലാണ് നമ്മൾ എല്ലാ സമയത്തും യാത്ര ചെയ്യേണ്ടത്. മഴക്കാലത്ത് കൂടി ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ മഴക്കാലം വരുമ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രോഗങ്ങൾ ഉണ്ടാകും. ആ രോഗങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ വകുപ്പ് നമ്മോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങളൊക്കെ വ്യാപകമായി വരുന്ന ഒരു സന്ദർഭമാണ്. അതേപോലെ തന്നെ കൊതുക് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിലൊക്കെ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ല എന്ന് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നമ്മളത് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ സ്കിന്ന് രോഗങ്ങളൊക്കെ ധാരാളമായി ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാലിന്റെ ഇടയിലുള്ള വിരലൊക്കെ വെള്ളം നിന്നുകൊണ്ട് മുറിവ് വരുന്നത്. അപ്പൊ ഈ ഷുഗറൊക്കെ ഉള്ള രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും അത് തുടച്ചു വൃത്തിയായി നടന്നു പോകുമ്പോൾ അതിൽ വെള്ളവും ഉണ്ടാകും, മണൽ തരികളും ഉണ്ടാകും. അത് ഒരഞ്ഞവിടെ മുറിവുണ്ടാകും. അവസാനം വിരല് വരെ കട്ട് ചെയ്ത് മാറ്റേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെയൊക്കെ നമ്മളൊരു ടവലൊക്കെ ഉപയോഗിച്ച് അതൊക്കെ തുടച്ചു വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോഴും കാല് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കയറേണ്ടത്. പഴയ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ധാരാളമായി ഭക്ഷണം ഉണ്ടാക്കിയത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും അത് ചൂടാക്കി തിന്നുന്ന ഒരു സാഹചര്യമൊന്നും എക്കാലത്തുണ്ടാവാൻ പാടില്ല. മഴക്കാലത്ത് പ്രത്യേകമായി ആ കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും മഴയുണ്ടാകുമ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കും. നമ്മുടെ ചെറിയ മക്കള് അവധി എന്ന് കേട്ടാൽ തുള്ളിച്ചാടി നടക്കും, അല്ലെ? നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം നമ്മുടെ കുട്ടികളെ ഉണ്ട് എന്ന് രക്ഷിതാക്കള് നന്നായി അവധി ദിവസങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നല്ല സൂക്ഷ്മത ഉണ്ടാവണം. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ കുളങ്ങളും കിണറുകളും അതേപോലെ തന്നെ വലിയ കുഴികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. നീന്താൻ അറിയാത്ത കുട്ടികളെ അതിൽ വീണാൽ വലിയ അപകടങ്ങള്
ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സ്കൂളിലേക്ക് പോകുന്ന വഴികളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കുറിച്ച് നല്ലൊരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. മഴക്കാലം ശക്തമാകുമ്പോൾ കഷ്ടപ്പെടുന്നവർ ധാരാളം ഉണ്ടാവും, ജോലിയില്ലാത്തവർ, രോഗികൾ. അതുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് കൊണ്ട് സഹായിക്കണം. അത്തരം സഹായിക്കുവാനുള്ള സംവിധാനമാണ് നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ സക്കാത്ത് സെല്ലുകൾ. ആ സക്കാത്ത് സെല്ലിലേക്ക് നമ്മുടെ സക്കാത്തിന്റെ വിഹിതം അതിന്റെ സമയമാകുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ശ്രദ്ധ കൂടി ഉണ്ടാവണം. അതിന്റെ അപ്പുറത്ത് സ്വതക്കകൾ നമ്മുടെ കഴിവിനനുസരിച്ചുകൊണ്ട് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെയും നമുക്ക് ആരോഗ്യമുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നാളെ പരലോകത്ത് സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് പോവാനും സാധിക്കുന്നത്. സർവശക്തൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.